നമസ്കാരം, സർവീസ് മിത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കെടാവിളക്ക് സ്കോളർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഒ.ബി.സി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള പദ്ധതിയാണ്. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. കെടാവിളക്ക് സ്കോളർഷിപ്പ് എന്താണ്? കെടാവിളക്ക് എന്നത് ഒ.ബി.സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രീമാട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയാണ്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന അർഹരായ വിദ്യാർത്ഥികളെയാണ് പദ്ധതിയിൽ പരിഗണിക്കുന്നത്. ലഭ്യമായ ഏറ്റവും പുതിയ കെടാവിളക്ക് നിർദ്ദേശപ്രകാരം 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒ.ബി.സി വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതിയിൽ പരിഗണനയുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 1500 രൂപ സ്കോളർഷിപ്പ് ലഭിക്കും. ശ്രദ്ധിക്കുക, ഇത് മാസം 1500 രൂപയല്ല, ഒരു വർഷത്തേക്ക് 1500 രൂപയാണ് സ്കോളർഷിപ്പ് തുക. ആരൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്? ആദ്യമായി വിദ്യാർത്ഥി പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഒ.ബി.സി വിഭാഗത്തിൽപ്പെട്ടയാളായിരിക്കണം. രണ്ടാമതായി, സർക്കാർ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ 1 മുതൽ 8 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കണം. ഇവിടെ മറ്റൊരു പ്രധാന കാര്യമുണ്ട്. 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ സിലേക്ഷൻ വ്യത്യസ്തമായ രീതിയിലാണ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിച്ചാണ് സ്കോളർഷിപ്പിനായി പരിഗണിക്കുന്നത്. എന്നാൽ 2 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുൻവർഷത്തെ വാർഷിക പരീക്ഷയിലെ പഠന മികവും പരിഗണിക്കും. നിലവിലുള്ള നിർദ്ദേശപ്രകാരം 2 മുതൽ 8 വരെ ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് മുൻവർഷത്തെ വാർഷിക പരീക്ഷയിൽ 90% അതിൽ കൂടുതലോ മാർക്ക് അല്ലെങ്കിൽ അതിന് തുല്യമായ ഗ്രേഡ് നേടിയവരെയാണ് അപേക്ഷയ്ക്കായി പരിഗണിക്കുന്നത്. കുടുംബവരുമാന പരിധി എത്രയാണ്? കെടാവിളക്ക് സ്കോളർഷിപ്പിന് കുടുംബത്തിന്റെ വാർഷിക വരുമാന പരിധി 2.5 ലക്ഷം രൂപയാണ്. അതായത് കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയരുത്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. അപേക്ഷ സമർപ്പിച്ചാൽ എല്ലാവർക്കും സ്കോളർഷിപ്പ് ലഭിക്കണമെന്നില്ല. ലഭ്യമായ ഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ പഠന മികവും കുടുംബ വാർഷിക വരുമാനവും പരിഗണിച്ചാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് 90% മാർക്ക് ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പ് ഉറപ്പാണ് എന്ന് പറയുന്നത് ശരിയല്ല. എത്ര രൂപ ലഭിക്കും? കെടാവിളക്ക് പദ്ധതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 1500 രൂപ സ്കോളർഷിപ്പ് ലഭിക്കും. തിരഞ്ഞെടുക്കപ്പെട്ടാൽ വിദ്യാർത്ഥിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക കൈമാറുന്നത്. അതുകൊണ്ട് അപേക്ഷ നൽകുമ്പോൾ വിദ്യാർത്ഥിയുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയായി നൽകുന്നത് വളരെ പ്രധാനമാണ്. എന്തൊക്കെ രേഖകൾ ആവശ്യമാണ്? അപേക്ഷയുടെ സമയത്ത് ആവശ്യമായ രേഖകളിൽ പ്രധാനപ്പെട്ടവ: വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി തെളിയിക്കുന്ന രേഖ, വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവയാണ്. സ്കൂൾ പ്രവേശന സമയത്ത് ജാതി തെളിയിക്കുന്ന രേഖ നൽകിയിട്ടില്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട മറ്റ് രേഖകൾ സ്കൂൾ അധികൃതരുടെ പരിശോധനയ്ക്ക് നൽകേണ്ടിവരാം. കൂടാതെ വിദ്യാർത്ഥിയുടെ മുൻവർഷത്തെ മാർക്ക് വിവരങ്ങളും ആവശ്യമായേക്കാം. ഓരോ വർഷത്തെയും ഔദ്യോഗിക നിർദ്ദേശം അനുസരിച്ച് ആവശ്യമായ രേഖകൾ പരിശോധിച്ച് മാത്രം അപേക്ഷ സമർപ്പിക്കുക. നിങ്ങളുടെ കുട്ടി ഒ.ബി.സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയാണോ? സർക്കാർ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ 1 മുതൽ 8 വരെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടോ? കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയാണോ? അങ്ങനെയെങ്കിൽ കെടാവിളക്ക് സ്കോളർഷിപ്പിന് നിങ്ങളുടെ കുട്ടിക്ക് അർഹതയുണ്ടോ എന്ന് പരിശോധിക്കുക. അപേക്ഷയും ബെഥോഹോളോഫിയും സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി ഇ-ഗ്രന്റ്സ് ഔദ്യോഗിക പോർട്ടലും കുട്ടിയുടെ സ്കൂളും പരിശോധിക്കുക. കെടാവിളക്ക് സ്കോളർഷിപ്പിനെ കുറിച്ചു എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. പുതിയ വീഡിയോകൾക്കായി സർവീസ് മിത്ര ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കെടാവിളക്ക് സ്കോളർഷിപ്പ് എല്ലാവർക്കും മനസ്സിലാക്കാനുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.